സാറ് ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം സിനിമാ ലോകത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയത് അതെങ്ങനെയാണ്? അത് കുഞ്ചാക്കോ ആണ് അതിൻ്റെ ഉത്തരവാദി. കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോയുടെ ഉടമസ്ഥനായിരുന്ന ആൾ. ഏത് സിനിമയായിരുന്നു അത്? പിന്നെ കടലമ്മ. അതിൽ എന്തായിരുന്നു റോള്? സത്യൻ്റെ അച്ഛനായിട്ട്. ശരി. അപ്പം സാറ് അഭിനയിക്കാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് എന്തായിരുന്നു വയസ്സെന്തായിരുന്നു? എനിക്ക് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. എന്നിട്ടും അച്ഛനായിട്ടാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്? അതെ അതെ അതെ. ശരി. അത് ഏത് വർഷമായിരുന്നു? അത് വർഷം 62 63 ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്ത്? അതെ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നുമില്ല, അന്നും കളറൊക്കെ എടുക്കാറുണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടലമ്മ പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നോ? അല്ല, അത് കളറായിരുന്നു. ആദ്യ സിനിമയിൽ തന്നെ അത് പിന്നെ ഇവിടെ പിന്നെ കൊയിലാണ്ടിയില പടത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ എടുത്തത്. കാരണം അവിടെ നല്ല സുന്ദരമായ അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടുന്നു അവിടെ. ഈ കടൽ തീരമൊക്കെ ഉണ്ടായിരുന്നു. സാറ് എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാനൊരു 4-5 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ 700 ആവും. ആദ്യ സിനിമ കടലമ്മ എന്നല്ലേ പറഞ്ഞത്? ഈ പണ്ടത്തെ ഒരുപാട് നടീനടന്മാർ സിനിമയിലേക്ക് വന്നത് നാടകങ്ങളിലൂടെയാണ്. ഞാനും അതെ. അതെ. അപ്പം എന്താണ്, സിനിമയിലേക്ക് എത്തിപ്പെട്ടപ്പം പൊതുവെ എന്തായിരുന്നു വീട്ടുകാരുടെ ഒക്കെ അഭിപ്രായങ്ങളും? അങ്ങനെ ഞങ്ങളുടെ തറവാട്ടിൽ അങ്ങനെയുള്ളൊരു ഇതൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും കലയോടൊക്കെ താല്പര്യമുള്ളവരാ. പിന്നെ വലിയ ജന്മി കുടുംബമായിരുന്നു എൻ്റെ അച്ഛൻ്റെ. ജന്മി എന്ന് വെച്ചാൽ ഇപ്പോഴും പിന്നെ മനോരമ ഈ കഴിഞ്ഞ മാസവും കൂടെ കൂടി എഴുതിയിരുന്നു, 2200 ഏക്കർ ഭൂമിയുള്ള ഒരു നായർ കുടുംബം എന്നും പറഞ്ഞുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയവർ. സാറിൻ്റെ കുടുംബം ജന്മികളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജന്മികളായ നിങ്ങളുടെ കുടുംബത്തിൽ രാഷ്ട്രീയത്തിനോട് താല്പര്യം തോന്നാൻ സാറിന് അതെന്തായിരുന്നു കാരണം? അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറയാനില്ല. അതെങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ചുവട് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? അതെ, അത് തന്നെ. അത് സ്നേഹിതന്മാരുണ്ടാവും, അവരുടെ പ്രേരണയാൽ ചിലർ ഇതിലേക്ക് വന്നു എന്ന് വരാം. എന്ത് ചിന്താഗതിയായിരുന്നു അന്ന്? എന്ത് രാഷ്ട്രീയം പലതരത്തിലുണ്ടല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, അതല്ലാത്ത പാർട്ടിയുണ്ട്, പിന്നെ അങ്ങനെ പല പാർട്ടികളും ഇല്ലേ. അപ്പോൾ സാറ് പറഞ്ഞല്ലോ ബറോഡയിൽ വെച്ചിട്ടാണ് ഇത് പഠിച്ചപ്പം ആണ് ഇത് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം വന്നത്. ഒന്ന് വിശദീകരിക്കാം. ബറോഡയിൽ കാരണം എന്ന് വെച്ചാലല്ലേ, ഞാൻ ഇവിടെ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളാണ്, എറണാകുളത്ത്. എറണാകുളത്തല്ല, ചെറായിൽ. അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റിന് ഇവിടെ മഹാരാജാസിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, അയാൾ പോലീസിൻ്റെ ഒരു വലിയ ഓഫീസറായിരുന്നു. അയാൾ എന്നെ എൻജിനീയറാക്കാൻ വേണ്ടി കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എൻജിനീയറിംഗ് കോളേജ് ഇല്ല. ഇതൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിരുന്നല്ലോ. അതെ. ബറോഡയിൽ വെച്ചിട്ടാണ് അവിടെ നിന്ന് പഠിച്ചപ്പോഴാണോ രാഷ്ട്രീയം തുടങ്ങി? അല്ലെ ഇവിടുന്ന് സ്കൂളുകളിൽ രാമവർമ്മ ഉണ്ടായിരുന്നു? അതെ, അത് അപ്പോഴേ ചെറിയ പ്രായം മുതലേ ഉണ്ടായിരുന്നു. ബറോഡയിൽ നിന്നിട്ട് പഠിത്തം മുഴുവനാക്കിയില്ല. അപ്പോഴേക്കും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എന്നെ 1 കൊല്ലം ശിക്ഷിച്ചു. പഠിച്ച കോളേജിൽ നിന്ന്? ബറോഡയിൽ നിന്ന്. പിന്നെ എന്ത് കാരണം? കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ശിക്ഷിച്ചു? അതെ, ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ. പക്ഷേ അവിടെ ബറോഡയിൽ സയാജിറാവ് മഹാരാജാവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് കുറേ ഡെറ്റിന്യൂസിനെ അവർ വിടും. അങ്ങനെ വിട്ടതിൽ 7 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടു. എന്നിട്ട് തിരിച്ച് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു? ഇല്ല, ഞാൻ ബോംബെ പോയി. ബോംബെയിൽ എന്തിനു പോയി? ബോംബെയിൽ അതും രാഷ്ട്രീയമായിരുന്നു. ബോംബെയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ബോംബെയിൽ പിന്നെ കുറേ അധികം വർഷങ്ങളുണ്ടാവും. പത്രപ്രവർത്തകനായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ പിന്നെ പ്രമാണി പത്രപ്രവർത്തനത്തിൻ്റെ
പ്രമാണി, റാംജി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. റാംജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല ആളുകളുടെയും തലമുറയാണ്. ബോംബെയിൽ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തത് ദി ലിറ്റററി റിവ്യൂ എന്ന് പറഞ്ഞ ഒരു പത്രത്തിനാണ്. അന്നത്തെ കാലത്തെ പേര് കേട്ട ഒരു പത്രമായിരുന്നുള്ളത്. അതെ. അത് കഴിഞ്ഞ് പത്രപ്രവർത്തനത്തിൻ്റെ ഇടയിൽ അത് നിർത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് അത് എന്തുകൊണ്ട് അവിടെ പത്രപ്രവർത്തനം മതിയാക്കിയതിന് പ്രത്യേക കാര്യമൊന്നുമില്ല. ആ പത്രം നിന്നുപോയി. അതും MG മേനോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. MG മേനോൻ്റെ ആയിരുന്നു പത്രം. ആ പത്രത്തിന് ഇറ്റ് മെറ്റ് വിത്ത് എ നാച്ചുറൽ ഡിമൈസ്. അങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന് കലയിലും ഉണ്ട്, സിനിമയിലും ഉണ്ട്. അന്നത്തെ പ്രേം നസീർ, മധു ഇവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? മധുവൊക്കെ അന്ന് അങ്ങനെ ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പെടുത്താൻ പറ്റില്ല. പക്ഷേ മധു സാറും ഒരുപാട് നായകൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ സീനിയർ ആർട്ടിസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് സത്യൻ സാറ്, പ്രേം നസീർ സാറ് ഇവരൊക്കെ ആയിരുന്നു. ഉമ്മറൊക്കെ വില്ലൻ. അപ്പം അവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? അവരൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പിന്നെ ഒരു ബന്ധം. അല്ലാതെ ബഹദൂർ സാറായിട്ടുണ്ടായിരുന്ന പോലെ അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. തിക്കുറിശി സാറായിട്ടോ? തിക്കുറിശി ചേട്ടനായിട്ട് പിന്നെ സിനിമയിൽ അങ്ങേര് ആദ്യകാല കാരണവന്മാരിൽ ഒരാളായിരുന്നു. ഇപ്പം ഉള്ള ആള് കാരണവർ ഞാനാണ്. അപ്പോൾ ആദ്യകാലത്തെ കാരണവരായ തിക്കുറിശി സാറുമായിട്ട് എങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു? ഞങ്ങൾ തമ്മിൽ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധമായിരുന്നു. ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സിൽ സത്യനന്ദിക്കാടിൻ്റെ എല്ലാ സിനിമകളിലും സാർ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും സാറില്ലാത്ത സത്യനന്ദിക്കാട് സിനിമ ഇല്ല എന്ന പോലെയാണ്. സത്യനന്ദിക്കാടിൻ്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പറഞ്ഞ സിനിമയിൽ അതിലൊരു കഥാപാത്രം, അത് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും നിൽക്കുന്ന ഒരു കോമഡി ക്യാരക്ടർ, പൈങ്കിളി കഥയൊക്കെ എഴുതി. അത് സാറിന് ഓർമ്മയില്ലേ? അത് ഓർമ്മയുണ്ട്, പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഒരാൾ മാത്രം പറഞ്ഞ വേറെ സിനിമ, ഒരാൾ മാത്രം, മമ്മൂട്ടിയുടെ തന്നെ പടം. ഒരാൾ മാത്രം അമ്മണി അമ്മാവൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു പടം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഓടിയ പടമാണ്. അതിൻ്റെ ഹീറോ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന കഥാപാത്രം ഞാനായിരുന്നു. അത് ഹാസ്യ കഥാപാത്രമായിരുന്നു. സാറിൻ്റെ ഹാസ്യത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അതിൽ സാറ് വളരെ സീരിയസ് ആയിട്ടായിരിക്കും അത് പറയുന്നത്. അത് പ്രേക്ഷകരാണ് അത് കേട്ടിട്ട് ചിരിക്കുന്നത്. അത് അങ്ങനെ പാടുള്ളൂ. ഹാസ്യം അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്താ അതിനകത്ത് അർത്ഥം? സാറ് സിബി മലയിലിൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. സിബി മലയിലിൻ്റെ അത്ര വലിയ പടങ്ങൾ. ചെങ്കോലിലുണ്ടായിരുന്നു, കിരീടം ഉണ്ടായിരുന്നു. അതിലൊക്കെ വളരെ നല്ല കഥാപാത്രങ്ങളാണ്. പുതുതായി വന്ന സംവിധായകരിൽ സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദറിലൊക്കെ സാർ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആ ക്യാരക്ടറിനെ പറ്റി, ആ റോളിനെ പറ്റി ഒന്ന് സംസാരിക്കും. ആ റോളിനെ പറ്റി കുറേ പിന്നെ നല്ലതുണ്ട്, കുറേ ചീത്തയുണ്ട്. അതിൽ ഇങ്ങനെ വേറെ ആൾ സിഗരറ്റ് വലിക്കുന്നതും അതുപോലെ ആംഗ്യം കാണിക്കുന്നതും അതൊന്നും പറയും സാറിൻ്റെ ഒരു. അത് പിന്നെ നമ്മുടെ ആരാണ് സിഗരറ്റ് തന്നെ വലിപ്പിച്ചിരുന്നത്? ഇന്നസെൻ്റ് ആണ്. അവൻ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവൻ എൻ്റെ പിന്നിക്കൂടെ വന്ന് സിഗരറ്റ് വായിൽ വയ്ക്കും. അത് വച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് തട്ടിക്കളയും. പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന് വയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. സാറ് ഇനി 3-4 സിനിമകളും കൂടെ അഭിനയിച്ചാൽ 700 സിനിമ തയ്ക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? 700 സിനിമകൾ തയ്ക്കുന്നതിന് ഇനിയിപ്പോൾ വലിയ സിനിമകളൊന്നും ഞാൻ ചെയ്യുമെന്നും വരില്ല. ഇപ്പം എത്രയായി നമ്മുടെ പിന്നെ ഇത് പോയി? അവസാനം എപ്പോഴാണ് അഭിനയിച്ചത് സിനിമയിലോ? അവസാനത്തെ അഭിനയിച്ച പടം ഇതേവരെ പുറത്തു വന്നിട്ടില്ല. അതേതായിരുന്നു? അത് ഒരു തമിഴും ഒരു മലയാളവും. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സിനിമയിൽ തമിഴും മലയാളം ഒരേ സിനിമ 2 ഭാഷയിലെടുത്ത സിനിമ. ഇതുപോലെ വേറെ ഏതൊക്കെ അന്യഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്?
അന്യഭാഷകളിൽ അഭിനയിച്ചത് ഞാൻ ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. അതേതാണ്? അത് മലയാള സിനിമേൻ്റെ തന്നെ അതേ സിനിമയുടെ കോപ്പി ആയിട്ടാണോ? ആയിരിക്കണം. അത് പിന്നെ ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ അന്ന് ഇവരായിരുന്നു ഡയറക്ടർ. അതിൻ്റെ നമ്മുടെ ഒരു സ്ത്രീ. തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഏത് ഭാഷയിൽ? തമിഴിൽ, ഹിന്ദിയിൽ? അത്രേ ഉള്ളൂ. സാറിന് അവാർഡുകളൊക്കെ അവാർഡുകൾ എനിക്ക് 2-3 ഏതൊക്കെ സിനിമകൾക്കായിരുന്നു? ഇതിനൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 1, 2, 3 എന്ന് തന്നെ എനിക്ക് കിട്ടിയത്. 3 അവാർഡ് കിട്ടിയത് എറണാകുളത്ത് വെച്ചാണ്. സ്റ്റേറ്റ് അവാർഡുകളായിരുന്നു? സ്റ്റേറ്റ് അവാർഡുകൾ. നാഷണൽ അവാർഡ്സ്? നാഷണൽ അവാർഡൊന്നും കിട്ടിയിട്ടില്ല. സാറ് നാഷണൽ അവാർഡ് ഏതെങ്കിലും കഥാപാത്രം സാറിൻ്റെ മനസ്സിൽ അത്രയ്ക്കും തട്ടി ചില കഥാപാത്രങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കും ഇതിനൊരു അവാർഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചത്, അങ്ങനെ ഏതെങ്കിലും കഥാപാത്രം സാർ ചെയ്തിട്ടുണ്ടല്ലോ? ഉണ്ടോ? ആളുകൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച് കാണുമായിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ അതിനെപ്പറ്റി അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞ് പിന്നെ അഭിനയിക്കാറില്ല. അല്ല, എന്നാലും ഒരു കഥാപാത്രം നമ്മൾ ആ സിനിമ നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഞാൻ അത്രയ്ക്ക് നല്ലൊരു കഥാപാത്രമായിരുന്നു, അത് ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അത് പക്ഷേ മറ്റുള്ള ജനങ്ങൾക്ക് അങ്ങനെ അത് തോന്നണമെന്നില്ല. ശരി. ഹൈസ്കൂൾ ജീവിതത്തിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവമുണ്ട്. അതെന്തിനായിരുന്നു? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് KC ഇബ്രാഹിം എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ അയാളെ എന്നെ പുറത്താക്കി. അത് ഇവിടെ ചെറായി സ്കൂളിൽ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ. അത് എത്ര കാലം, ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആ സ്കൂളിൽ നിന്നേ പുറത്താക്കി? പിന്നെ തിരിച്ച് ആ സ്കൂളിലേക്ക് പോയിട്ടില്ല? പിന്നെ ഞാൻ പോയത് സ്കൂൾ ഫൈനലിൽ പാസ്സാവാൻ പോയത് കണ്ടശാങ്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സ്കൂൾ തന്നെ മാറിയിട്ടാണ് പിന്നെ പഠിച്ചത്? അതെ. അവിടെ ഇല്ല, ആ സ്കൂളിലൊന്നും നമുക്ക് അഡ്മിഷൻ തരില്ല. ചുവന്ന മഷി കൊണ്ടാണ് നമുക്ക് ഒപ്പിട്ടേക്കണത്. എന്ന് വെച്ചാൽ ഈ നമുക്ക് ഒരു സ്ഥലത്ത് നമ്മളെ അഫോർഡ് ചെയ്യാൻ ബാഡ് മാർക്കായിട്ടാണ്. അതെ. വേറെ പല സ്കൂളുകളിലും അപ്പം അഡ്മിഷൻ തരില്ല. പിന്നെ സാറിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും? കുടുംബജീവിതം എനിക്ക് ഹാപ്പി. ആരൊക്കെയുണ്ട് സാറിന് വീട്ടിൽ? എനിക്കിപ്പോൾ അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും മരിച്ചുപോയി. എൻ്റെ ഒരു അനിയനുണ്ട്. ഇപ്പോൾ അവനൊരു ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും മാനേജറും ഒക്കെയാണ്. അവനിപ്പോൾ 10 രൂപ പെൻഷൻ കിട്ടും. ഇപ്പോൾ പെൻഷനായി അനിയന്. വേറെ ആരൊക്കെയുണ്ട്? സിസ്റ്റേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ 1-2 സിസ്റ്റേഴ്സ്. നിങ്ങൾ എത്ര പേരായിരുന്നു? ഞങ്ങൾ കസിൻസാണ് ഈ പറയുന്നത്. അല്ല, എല്ലാവരും ശരിക്കുള്ള ഇതല്ല. സ്വന്തം സഹോദരങ്ങൾ ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത് 2-3 പേര് മാത്രമേ ഉള്ളൂ. എത്ര പേരുണ്ടായിരുന്നു? സാറായിരുന്നോ കുടുംബത്തിലെ മൂത്തതിൽ ഒന്ന്? ഇപ്പോൾ സാറിൻ്റെ ഇതല്ലേ സാറിൻ്റെ വീട്? ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ഇവിടെ ഇത് ഭാര്യ വീടാണ്. സാറിൻ്റെ വീട്? എൻ്റെ വീട് ചെറായില്ല. അതെ. പഠിച്ച സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് തന്നെ? അതെ. സാറൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴും അതേ ചിന്താഗതിയാണോ? ഇപ്പോഴ് കമ്മ്യൂണിസത്തിനോട് ഒരു ചായ്വുണ്ട്, ഇല്ലായ്മയില്ല. അപ്പം ഭൂരിപക്ഷം മനസ്സ് അങ്ങോട്ട് തന്നെയാണ്. അതെ സാർ. അപ്പം ഈശ്വര വിശ്വാസം ആദ്യകാലത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഭക്തനായി. ഇപ്പോൾ എല്ലാ അമ്പലത്തിലും പോയി. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമ്പലം ഉണ്ട് അവിടെ, പൊന്നത്ത് കാവെന്നും പറഞ്ഞു. അറിയാമോ? അവിടെ എപ്പോഴും പോകും. അവിടെ പോവും. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നടപ്പുണ്ട്. അത് ഇവിടുന്ന് നേരെ പൊന്നത്ത് കാവിൽ പോകും. പൊന്നത്ത് കാവിൽ പോയി ഒരു 10 പ്രദക്ഷിണം വെച്ചിട്ട് ഇങ്ങോട്ട് വരും. ഈ ഈശ്വര വിശ്വാസം ഇല്ലായ്മയിൽ നിന്നും ഈശ്വരനോടുള്ള വിശ്വാസം അതെങ്ങനെ വന്നു? അത് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്.
അത് എന്തെങ്കിലും അനുഭവം കൊണ്ടാണോ അല്ല അതേ അനുഭവങ്ങളുണ്ടാവും, പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. അപ്പം കമ്മ്യൂണിസത്തിൽ സാധാരണ ഈശ്വര വിശ്വാസം കുറവ് ആണല്ലോ. കുറവെന്ന് അല്ല, ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. അപ്പം അതാണ് ഇപ്പോൾ പറഞ്ഞത്, കമ്മ്യൂണിസം മുഴുവനായിട്ട് ഒരു ചായ്വേ ഇപ്പോൾ ഉള്ളൂ. ഫുള്ളായിട്ട് മുഴുവനായിട്ട് കമ്മ്യൂണിസം ആയിട്ടില്ല. സാറ് ജീവിതം ഒരുപാട് കണ്ടതാണ്. പണ്ടത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും പല ആൾക്കാരെയും കണ്ടതാണ്. ഇന്നത്തെ പുതുതായിട്ട് വരുന്ന തലമുറയോട് സാറിന് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അവർക്ക് അവരുടേതായ കുറേ അനുഭവങ്ങളുണ്ടാവുമല്ലോ, അതിൽ നിന്ന് അവർ ഉരുത്തിരിഞ്ഞ് വരണം, അല്ലാതെ സാധിക്കില്ല. അനുഭവങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പോൾ അതെ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഈ സിനിമാ ലോകത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്കും അതിന് ഈ പറഞ്ഞ മാതിരി അതിൽ ഞാൻ കഴിയുന്നതും ആരും സിനിമയിലേക്ക് വരല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതെന്താ കാരണം? എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇവർ പ്രതീക്ഷിച്ച് വരുന്ന ഒരു എക്സ്ചേഞ്ച് അതിൽ നിന്ന് കിട്ടുന്നില്ല. എക്സ്ചേഞ്ച് എന്ന് പറയുന്നതിന് മോണിറ്ററി മോണിറ്റർ ഓഫ് കോഴ്സ്. പക്ഷേ എന്നാലും ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ടെലിഫോൺ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികം ഈ സിനിമയിൽ നിന്നും കിട്ടുമല്ലോ എന്നൊക്കെയാണ് ധാരണ. പക്ഷേ അത് പിന്നെ അവരോട് ചോദിച്ചാലേ അതിനെ പറ്റിയുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും രക്ഷയൊന്നും അധികം ഇല്ല എന്നാണ് സാറിൻ്റെ. ഇത്രയും നേരം സാറ് ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് വളരെ നന്ദിയുണ്ട്. സാറിൻ്റെ ആശംസകൾ പ്രേക്ഷകർക്ക്. ആശംസകൾ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യജീവികളുടെ പിന്നെ ഇതിനകത്ത് കയറി അവരെ ദുഃഖപ്പെടുത്താൻ പാടില്ല. അതാണ് സാറിന് പറയാനുള്ളത്. അതെ.